നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമോണിയം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ചുരുക്കത്തിൽ DAP എന്നറിയപ്പെടുന്ന ഒരു രാസവളത്തെക്കുറിച്ച് ഏകദേശമുള്ള എല്ലാ ആൾക്കാർക്കും അറിയായിരിക്കും. പ്രത്യേകിച്ച് അലങ്കാര ചെടികൾ നട്ടു വളർത്തുന്ന ആൾക്കാർക്ക്. അവർ നഴ്സറികളിൽ പോയി ചോദിക്കുമ്പം നഴ്സറിക്കാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു മാജിക് വളമാണ് ശരിക്കും DAP. അപ്പം DAPയെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, കമൻറ്റിലും കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. നമ്മൾ നാനോ യൂറിയ എന്ന് പറയും പോലെ ഇപ്പം നാനോ DAPയും അവൈലബിൾ ആണ്. പല കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇഫ്കോയും കോറോമണ്ടലുമാണ് അത് ഇറക്കുന്നത്. ഇഫ്കോ നാനോ DAPയും ഉണ്ട്, കോറോമണ്ടൽ നാനോ DAPയും ഉണ്ട്. ഈ നാനോ വളങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാനോ വളങ്ങൾ വളരെ ചെറിയ കണികകളായിട്ടായിരിക്കും ഇതിൻ്റെ ഫോർമുലേഷൻസിൽ അടങ്ങിയിട്ടുള്ളത്. പ്രധാനമായും ലിക്വിഡ് ഫോർമുലേഷനിലാണ് ഈ നാനോ വളങ്ങളെല്ലാം വരുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ രൂപത്തിലായിരിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ ഇപ്പോൾ നാനോ DAP ആണെന്നുണ്ടെങ്കിൽ DAP എന്ന് പറഞ്ഞ കെമിക്കലിൻ്റെ പാർട്ടിക്കിൾസ് വളരെ ചെറിയ കണികകളായിട്ട് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും പറ്റും, അത് ഉപയോഗിക്കാനും പറ്റും. ഇപ്പം നമ്മൾ സാധാരണ DAP ഇട്ട് കൊടുക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ആഗിരണശേഷി കൂടുതലാണ് നാനോ DAP സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇപ്പം തരി രൂപത്തിലുള്ള സാധാ DAP ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പരിസ്ഥിതിക്ക് ദോഷകരമായിട്ട് ചില സമയങ്ങളിലൊക്കെ വന്ന് ഭവിക്കാറുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കില്ല ഇട്ട് കൊടുക്കുക, കുറച്ച് കൂടുതലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ ചെടി ഉപയോഗിച്ച് ബാക്കിയുള്ള DAP മണ്ണിൽ തന്നെ അവശേഷിക്കും. മഴ പെയ്യുന്ന സമയത്ത് ഇത് ജലവുമായിട്ട് ലയിച്ച് ചേർന്നതിന് ശേഷം ജലാശയങ്ങളിലും മറ്റു പല ജലസ്രോതസ്സുകളിലും എത്തിച്ചേരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു പരിസ്ഥിതി മലിനീകരണം നമുക്ക് നാനോ DAP ഉപയോഗിക്കുന്നതിലൂടെ അശേഷം കുറയ്ക്കാൻ പറ്റും. നാനോ DAPയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ ചെറിയ അളവിൽ മാത്രം നമ്മൾ ചെടികൾക്ക് ഇത് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം നമ്മൾ വാങ്ങിച്ച് സൂക്ഷിച്ചാൽ മതിയാവും. അതായത് 1 ഏക്കർ കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ലിറ്റർ DAP ആണ്, നാനോ DAP ആണ്. അപ്പോൾ നമുക്ക് സ്റ്റോറേജിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇത് ശരിക്കും പറഞ്ഞ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വളം ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചെടികൾക്ക് നല്ല വിളവ് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന DAP അങ്ങനെ തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ കാര്യക്ഷമമായിട്ട് ഇതിനകത്തുള്ള നൈട്രജനെയും ഫോസ്ഫറസിനെയൊക്കെ അതിന് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന് വിളവ് കൂടുതലായിട്ട് കിട്ടുന്നതും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 കമ്പനിയുടെ നാനോ DAPകളാണ് സാധാരണയായിട്ട് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് കിട്ടുന്നത് ഇഫ്കോൻ്റെ നാനോ DAP ആണ്. അത് ഓൺലൈനൊക്കെ നമുക്ക് കിട്ടും. അവരുടെ സൈറ്റിലും കിട്ടും, പിന്നെ ആമസോൺ പോലെയുള്ള സൈറ്റുകളിലും കിട്ടും. അപ്പോൾ ഈ ഇഫ്കോൻ്റെ നാനോ DAPയെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇഫ്കോൻ്റെ നാനോ DAPയിൽ നൈട്രജൻ 8%, ഫോസ്ഫറസ് 16% ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, മിക്ക ചെടികൾക്കും മിക്ക വിളകൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഒന്നിനും ദോഷം ആയിട്ട് കണ്ടിട്ടില്ല. വിത്തോ തൈയോ നടുന്ന സമയത്ത് നമ്മൾ അടിവളമായിട്ട് രാസവളങ്ങൾ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് നടുന്ന സമയത്ത് നമ്മൾ തൈകളാണെങ്കിലും വിത്താണെങ്കിലും കമ്പുകളാണെങ്കിലും ഈ നാനോ DAPയിലൊന്ന് മുക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ വിത്താണെങ്കിൽ ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം നടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടും. അതായത് ആദ്യത്തെ ആരോഗ്യം നന്നായിട്ട് നിൽക്കും ഈ തൈകളുടെ. അപ്പോൾ ഈ തൈകൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും വരുത്തുമില്ല, നന്നായിട്ട് പിടിച്ച് വിളകൾ നന്നായിട്ട് വരികയും ചെയ്യും. നാനോ DAP സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടുന്ന വേറൊരു ഗുണമെന്ന് വെച്ചാൽ, ചെടികളിൽ ഹരിതകം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഹരിതകം കൂടുതലായിട്ടുള്ള ചെടികളിൽ നന്നായിട്ട് പ്രകാശ സംശ്ലേഷണം കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് നടക്കും. അത് ഉൽപ്പാദനത്തെ നന്നായിട്ട് തന്നെ ബാധിക്കും. അതായത് ഉൽപ്പാദനം വളരെയധികം കൂടാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് ഇഫ്കോൻ്റെ നാനോ യൂറിയയുടെ ഉപയോഗങ്ങളെ പറ്റി നോക്കാം കേട്ടോ. ഉപയോഗ രീതികളെക്കുറിച്ച് നോക്കാം.
ഒന്നാമത്തത് ഫോളിയാർ സ്പ്രേ അല്ലെങ്കിൽ പത്രപോഷണം എന്ന് പറയും. നമ്മൾ ഇലകളിൽ കൂടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം എത്തിച്ചു കൊടുക്കുന്ന രീതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുതൽ 4 ml നാനോ DAP എടുക്കുക. അത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം തളിച്ചു കൊടുക്കുക. അപ്പം നെല്ലിൻ്റെ കേസിൽ നമ്മൾ ചെനപ്പ് പൊട്ടുന്ന സമയമാണ് ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തെ സ്പ്രേ കൊടുക്കാനും ഇതേപോലെ തന്നെയാണ്. 1 ലിറ്ററിൽ 3 മുതൽ 4 ml നാനോ DAP ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്യുക. രണ്ടാമത്തെ സ്പ്രേ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കതിരിടാൻ തുടങ്ങുന്ന സമയത്താണേ. അപ്പം ചെനപ്പ് പൊട്ടുന്ന സമയത്ത് ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കണം. പിന്നെ കതിരിടാൻ തുടങ്ങുന്ന സമയത്ത് രണ്ടാമത്തെ ഒരു സ്പ്രേ കൊടുക്കണം. ഇപ്പോൾ പാടശേഖരങ്ങളിൽ ഡ്രോൺ വെച്ചിട്ടുള്ള ഫെർട്ടിലൈസർ സ്പ്രേ നടത്താറുണ്ട്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 250 ml മുതൽ 500 ml നാനോ DAP 10 മുതൽ 20 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ഏക്കർ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അടിവളം കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വിത്തിൽ കോട്ട് ചെയ്തിട്ട് നടാൻ പറ്റുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 3 മുതൽ 5 ml നാനോ DAP 1 കിലോ വിത്തുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ കപ്പ, തീറ്റപ്പുല്ല് തുടങ്ങിയിട്ടുള്ള വിളകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തണ്ട് മുറിച്ച് നട്ടിട്ടാണ് കൃഷി ഇറക്കുക. ആ സമയങ്ങളിൽ തണ്ട് മുക്കി വെക്കാനായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 3 മുതൽ 5 ml നാനോ DAP ചേർത്തതിന് ശേഷം ഈ കപ്പത്തണ്ടോ അല്ലെങ്കിൽ തീറ്റപ്പുല്ലിൻ്റെ തണ്ടോ അതിലൊന്ന് മുക്കി വയ്ക്കുക. മുക്കിയതിന് ശേഷം കുറേ നേരമൊന്നും വെക്കണ്ട, ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് അതെടുത്ത് നടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ചെടികൾ അന്ന് ആദ്യമേ തന്നെ ഇതിനാവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടും. ഇഫ്കോൻ്റെ നാനോ DAPയുടെ 500 ml ബോട്ടിലിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. പക്ഷേ നമ്മൾ ഈ 600 രൂപ കൂടുതലാണെന്ന് നമുക്ക് തോന്നിയാലും നമ്മളൊരു കാര്യം ആലോചിക്കാനുള്ളത് ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ സാധാരണ ആ തരി രൂപത്തിലുള്ള DAP ഇട്ട് കൊടുക്കുന്നതിനേക്കാളും 10 മടങ്ങ് എഫിഷ്യൻ്റാണ് ഈ നാനോ DAP സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് നമുക്ക് കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാനും അത് ഒരു വരുമാന മാർഗമായിട്ട് ശരിക്കും ഒരു ബിസിനസ് പോലെ തന്നെ കൊണ്ടു നടക്കാനും കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഇതിൽ നിന്ന് ആദായം കിട്ടണം. അപ്പോൾ ആദായം കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസും പുതിയ വളങ്ങൾ വരുന്നതും എല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതെല്ലാം അനുവർത്തിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കൃഷി ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഇഫ്കോൻ്റെ നാനോ DAPയെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ. വിവരം അവൈലബിൾ ആയിട്ടുള്ളതല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇഫ്കോൻ്റെ നാനോ DAPയുടെ അളവുകളെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഇതൊരു പർട്ടിക്കുലർ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.